നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നതും അത് തന്നെയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രായങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുക. ആ തീരുമാനങ്ങളുടെ പേരിൽ നമ്മൾ ഒരുപാട് തവണ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ടീനേജിൻ്റെ പ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലതും പെട്ടെന്നായിരിക്കും, നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് പെട്ടെന്ന് ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ എടുത്തു ചാടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ജോലി സ്ട്രെസ് കാരണം അപ്പുറത്തിരിക്കുന്ന ആളോട് നമ്മൾ നിരന്തരമായിട്ട് കയർത്ത് സംസാരിക്കാറുണ്ടാവും. നമ്മുടെ മൈൻഡ് സെറ്റിനകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാറുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങളിൽ ചില ചട്ടങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പറയുന്ന സമയത്താണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. ഒരിക്കലും ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് തൻ്റെ ഭടന്മാരൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വേട്ടയ്ക്ക് പോവാണ്. വേട്ടയ്ക്ക് പോകുന്ന സ്ഥലം ഒരു വനനിബിഡമായൊരു കാട് തന്നെയാണ്. അതായത് ഒരുപാട് തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ തോതിൽ ഭയമൊക്കെയുണ്ട്. സംഗതി രാജാവാണെങ്കിലും ഭയത്തിന് യാതൊരു കുറവില്ല. അങ്ങനെ വനത്തിന്റെ മധ്യത്തിലെത്തി അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനായി. എന്ന ലക്ഷ്യം ഏതെങ്കിലും മൃഗത്തെ പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവോളം ശ്രമിച്ചു. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടാവും, സമയം ഇരട്ടി തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് തിരികെ പോകണമല്ലോ എന്നുള്ളത്. തൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മൃഗത്തെയും കിട്ടിയിട്ടില്ല. ഇനി ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ വഴിതെറ്റാം, അതല്ല എങ്കിൽ ആരെങ്കിലും വന്ന് എന്ത് ചെയ്യാം, തന്നെ ആക്രമിക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കുന്നിൻ മുകൾ കാണുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയ സമയത്ത് ഇദ്ദേഹം ചുറ്റും എവിടെയെങ്കിലും ഒരു തുള്ളി വെട്ടമുണ്ടോ എന്ന് പരതി നോക്കുക. അങ്ങനെ കുറച്ച് ദൂരെ ഒരു ചെറിയ പ്രകാശം കാണുന്നു. അദ്ദേഹം മറ്റൊന്നും ചിന്തിച്ചില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവിടേക്ക് എത്തണം എന്നുള്ള ചിന്ത മാത്രം. അദ്ദേഹത്തിനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സമയം. അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് നീങ്ങിയ സമയത്ത് പെട്ടെന്നാണ് ആ വാതിലിന് രണ്ട് മുട്ടുമുട്ടുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കാണാനാണെങ്കിൽ ഒരു ഭടന്റെ ലുക്കൊക്കെ ഉണ്ട്. അപ്പം വൃദ്ധയായ സ്ത്രീയോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരുമോ, വിരോധമില്ലെങ്കിൽ കുറച്ച് ഭക്ഷണം തന്നാൽ ഉപകാരമായി എന്ന് പറഞ്ഞു. അങ്ങനെ വൃദ്ധ പറയുന്നുണ്ട്, ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം, പാകം ചെയ്തു തരാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ തൻ്റെ വിശപ്പ് സഹിക്ക വയ്യാതെ ഇദ്ദേഹം തൻ്റെ മുന്നിൽ ഇത് കാണുന്ന ഭക്ഷണത്തിൽ പെട്ടെന്ന് കൈയിട്ട് തിന്നാനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിപ്പോയി. അപ്പൊ ഈ വൃദ്ധ അദ്ദേഹത്തോട് അപ്പം തന്നെ പറയാണ്, നിങ്ങൾ നമ്മളെ രാജാവിനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ അത്യാർത്ഥി മൂലമാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്, എന്നാൽ പ്രതികരിക്കേണ്ടെന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം സൗമ്യനായി. ഇല്ല, നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചു. അപ്പൊ വൃദ്ധ പറയുന്നുണ്ട്, നമ്മളെ രാജാവിന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അദ്ദേഹം യുദ്ധത്തിൽ ഭയങ്കര കേമനാണ്. പക്ഷേ സമീപകാലത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ? കാരണം അദ്ദേഹത്തിന് തീരെ ക്ഷമയില്ല. പെട്ടെന്ന് എല്ലാം പിടിച്ചടക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യം അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അദ്ദേഹം കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ വലിയ വലിയ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രാജാവായി മാറിയാനെ. പക്ഷെ അദ്ദേഹത്തിന് ഒട്ടും സമയമില്ല. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് തൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളെ പിടിച്ചടക്കുകയും എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ ആക്രമിക്കാൻ. ഇത് പലപ്പോഴും അദ്ദേഹം മറക്കുന്നു. അദ്ദേഹത്തിന് ആകെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. ഇത് ഈ രാജാവിനെ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിയും, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസമാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഇദ്ദേഹം ഇത് തന്നെയാണ് ആലോചിച്ചത്. ആ വൃദ്ധ പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ്. കാരണം ഞാൻ കുറച്ച് സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അത് പെട്ടെന്ന് ചെയ്താലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിലും ഒരേ ദൈർഘ്യമാണുള്ളത്. പക്ഷേ നമ്മൾ ഒരുപാട് ആസൂത്രണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മധുരമുണ്ടാകും. നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിന് മധുരമുണ്ടാകും. അല്ലാതെ പെട്ടെന്ന് തന്നെ എല്ലാം കീഴടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ ഒരുപാട് തകർച്ച ഉണ്ടാവും. ഇപ്പൊ എന്റെ ഭടന്മാർ എത്ര ആളുകൾ നഷ്ടപ്പെട്ടു പോയി, ആ തകർച്ചയൊന്നും ഞാൻ കാണാതെ പോകുന്നു എന്നുള്ളത് രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുക്കുന്നു, ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ എടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കൂ എന്ന് അദ്ദേഹം അവിടെ ദൃഢനിശ്ചയം ചെയ്യുകയാണ്. അപ്പം ആ വൃദ്ധയായ സ്ത്രീ കൊടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുക, നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. ആ സമയം വരിക തന്നെ ചെയ്യുമെന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്.